കുൽഗാമിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു. പർബത് കൗർ, നരേന്ദ്ര സിദ്ധു എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഓപ്പറേഷൻ ഗുഡാറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കുൽഗാം മേഖലയിൽ അവിടെ ഭീകരവാദികൾ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കരസേനയുടെയും ജമ്മുകാശ്മീർ പോലീസിൻ്റെയും CRPFിൻ്റെയും പ്രത്യേക ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം ഇവിടേക്ക് എത്തുകയും ഇവിടെ സെർച്ച് ഓപ്പറേഷൻ നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് അപ്രതീക്ഷിതമായി ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ 3 ജവാന്മാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ 2 ജവാന്മാരാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി വീരമൃത്യു വരിച്ചിരിക്കുന്നത്. പർബത് ഗൗർ, അതേപോലെ തന്നെ നരേന്ദ്ര സിദ്ധു എന്നീ ഈ 2 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഒരു ജവാൻ ഇപ്പോഴും പരിക്കുകളോടെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രദേശത്ത് കൂടുതൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ സേന, ജമ്മുകാശ്മീർ പോലീസിൻ്റെയും CRPFിൻ്റെയും കരസേനയുടെയും പ്രത്യേക അംഗങ്ങൾ, കമാൻഡോ അടങ്ങിയിരിക്കുന്ന പ്രത്യേക സേനാംഗങ്ങൾ ഇവിടേക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട്. രാത്രിയിലും ഇപ്പോഴും അവിടെ ഈ സെർച്ചിങ് നടപടികളും അതേപോലെ തന്നെ ഏറ്റുമുട്ടലടക്കമുള്ള നടപടികൾ തുടരുകയാണ്. പുലർച്ചെയാകുമ്പോഴേക്കും ഒരുപക്ഷെ കൂടുതൽ ഭീകരരെ വധിക്കാൻ സാധിച്ചേക്കുമെന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. നമ്പ്യാർ, കുൽഗാമിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. പർബത് ഗൗർ, നരേന്ദ്ര സിദ്ധു എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഓപ്പറേഷൻ ഗുഡാറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.